you should not depend on anything to make you happy. You should not wait to get anything or to hear anything or to see anything to feel happy in a number. You should be happy within. നമസ്കാരം കൂട്ടുകാരെ. മലയാളികൾക്ക് മഞ്ജു വാര്യർ വെറും ഒരു നടിയല്ല, അതൊരു വികാരം തന്നെയാണ്. പരാജയപ്പെട്ടു എന്ന് ലോകം കരുതുന്നിടത്ത് നിന്ന് തന്നെ ഒരു സ്ത്രീക്ക് എത്രത്തോളം ഉയരത്തിൽ പറക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വം. 14 വർഷം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറി നിന്നിട്ടും തിരിച്ചു വന്നപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ ഒരു സിംഹാസനം അവർക്കായിട്ട് തന്നെ ഒഴിഞ്ഞിടുന്നു. പക്ഷേ ആ സിംഹാസനത്തിലേക്കുള്ള ആ ഒരു വഴി അത്ര എളുപ്പമായിരുന്നില്ല. ഗൂഢാലോചനകൾ, വ്യക്തിഹത്യകൾ, കുടുംബത്തിലെ തകർച്ചകൾ, കോടതി കയറി ഇറങ്ങേണ്ടി വന്ന ആ ഒരു സാഹചര്യം. എന്നിട്ടും മഞ്ജു എങ്ങനെ ഇത്ര കരുത്തോടെ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അതിശയം തോന്നുന്നത്. 90കളുടെ പകുതിയിലെ മലയാള സിനിമയിലേക്ക് ഒരു കാറ്റ് പോലെയാണ് മഞ്ജു വന്നത്. വെറും 3 വർഷം കൊണ്ട് മലയാളത്തിലെ മുൻനിര നായകന്മാർക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളും ചെയ്തു. കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് നടൻ ദിലീപുമായിട്ടുള്ള ആ ഒരു വിവാഹവും നടക്കുന്നത്. 20-ാം വയസ്സിൽ വിവാഹിതയായി 21-ാം വയസ്സിലെ അമ്മയായ മഞ്ജു മകൾ മീനാക്ഷിക്ക് വേണ്ടി തന്റെ കരിയർ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചു. അക്കാലത്ത് മീനാക്ഷിക്ക് ശേഷം രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി മഞ്ജു ദിലീപും ആഗ്രഹിച്ചിരുന്നു എന്ന് പല സിനിമാ മംഗളം റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആഗ്രഹിച്ചതുപോലെയല്ലോ ജീവിതം മുന്നോട്ട് പോയത്. 14 വർഷത്തെ ദാമ്പത്യം ആരും പ്രതീക്ഷിക്കാത്ത ഒരു വേർപിരിയൽ, ആ ഒരു തകർച്ചയിലേക്കാണ് അവരെത്തിയത്. 2015 മഞ്ജുവും ദിലീപും ഔദ്യോഗികമായിട്ട് വേർപിരിഞ്ഞു. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു തകർച്ചയ്ക്ക് കാരണമെന്ന് വാർത്തകൾ അന്നേ സജീവമായിരുന്നു. തന്റെ ഏക മകളെ പോലും ദിലീപിനോടൊപ്പം വിട്ട് സ്വന്തം വസ്ത്രങ്ങൾ മാത്രം ഒരു ബാഗിലാക്കി ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ മഞ്ജുവിനെ പലരും പരിഹസിച്ചു. മകളെ ഉപേക്ഷിച്ചവൾ എന്നുള്ള ആ ഒരു മുദ്ര കുത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചു. പക്ഷെ ഒന്നിനും മഞ്ജു മറുപടി നൽകിയില്ല. തൊട്ടു പിന്നാലെ ദിലീപ് കാവ്യ വിവാഹം കഴിച്ചപ്പോഴും മഞ്ജുവിന്റെ മൗനം മനോഹരമായിരുന്നു. വാക്കുകളെക്കാൾ വലിയ മറുപടികൾ തന്റെ പ്രവൃത്തിയിലൂടെ നൽകാൻ അവർ തീരുമാനിച്ചു. 2017 മലയാള സിനിമയിൽ നടിക്കെ തന്നെ ആ നടി ആക്രമിക്കപ്പെട്ട സംഭവം, തന്റെ പ്രിയ സുഹൃത്തിന് നേരിട്ട അനീതിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മഞ്ജു വാര്യർ ആയിരുന്നു. ഇത് ദിലീപിനെതിരെയുള്ള തുറന്ന യുദ്ധമായിട്ട് പലരും കണ്ടു. കേസിൽ സാക്ഷിയായും അല്ലാതെയും മഞ്ജുവിന് കോടതികൾ കയറിയിറങ്ങേണ്ടി വന്നു. സ്വന്തം മുൻ ഭർത്താവിനെതിരെ കോടതിയിൽ നിൽക്കുമ്പോഴും അവർ സത്യത്തോടൊപ്പം തന്നെ ഉറച്ചു നിന്നു. ഇതിനിടയിൽ മഞ്ജുവിനെതിരെ സൈബർ ആക്രമണങ്ങളും അഴിച്ചുവിടപ്പെട്ടു. എന്നാൽ ആക്രമിക്കപ്പെട്ട സുഹൃത്തിന് നൽകിയ ആ പിന്തുണയിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാൻ മഞ്ജു തയ്യാറായില്ല. തിരിച്ചുവരവിൽ മഞ്ജു ചെയ്ത ഓരോ സിനിമയും ഒരു സന്ദേശം തന്നെയായിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്നുള്ള ചിത്രത്തിലൂടെ സ്ത്രീകളുടെ പ്രായം അവരുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? മലയാളത്തിന് പുറത്ത് ധനുഷിനോടൊപ്പം അസുരനിൽ തിളങ്ങുന്ന മഞ്ജുവിനെയാണ് കണ്ടതല്ലേ. തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള അവാർഡ് ആ ഒരു പച്ചയമ്മാൾ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം തന്നെ അത് മഞ്ജുവിനെ നേടിക്കൊടുത്തു. അതുപോലെ തന്നെ അജിത്തിനോടൊപ്പം ലഡാക്കിലെ ബൈക്ക് ഓടിച്ചു പോകുന്ന മഞ്ജുവിനെ കണ്ടപ്പോൾ വിമർശകർ പോലും നിശബ്ദരായി. ഇന്ന് രജനീകാന്തിനും വിജയ് സേതുപതിക്കുമൊപ്പം തെന്നിന്ത്യൻ സിനിമ ഭരിക്കുകയാണ് ഈ ഒരു മലയാളി നടി. പിന്നെ വിവാദങ്ങളെ വിട്ടൊഴിഞ്ഞൊരു നേരമില്ല എന്ന് വേണം പറയാനല്ലേ. 47-ാം വയസ്സിൽ മഞ്ജു എങ്ങനെ ഇത്ര സുന്ദരിയായിരിക്കുന്നു എന്നുള്ള ചോദ്യം ഒരുപാട് പേർക്കുണ്ടല്ലേ. അടുത്തിടെ ഭാവനയുടെ സിനിമ കാണാൻ വന്നപ്പോൾ മഞ്ജുവിന്റെ കഴുത്തിലെ ഒരു സ്റ്റിക്കർ കണ്ടത് വലിയ രീതിയിൽ ചർച്ചയായി. പ്ലാസ്റ്റിക് സർജറി ആണെന്നും ബോട്ടക്സ് ആണ് എന്ന് വരെ പറഞ്ഞു പരത്തി. എന്നാൽ ഒരു സമാധാനപരമായിട്ടുള്ള മനസ്സ് തന്നെയാണ് തന്റെ സൗന്ദര്യം എന്ന് മഞ്ജു വിശ്വസിക്കുന്നുണ്ട്. തന്നെ ചതിച്ചവരോടോ കളിയാക്കിയവരോടോ അവർക്ക് പകയില്ല. അനാവശ്യമായിട്ടുള്ള ഒന്നിനും മഞ്ജു ഇന്ന് ചെവി കൊടുക്കാറുമില്ല. വീണ് പോയിടത്ത് നിന്ന് എഴുന്നേൽക്കുക മാത്രമല്ല മഞ്ജു ചെയ്തത്, ആ വീഴ്ചയെ ഒരു ചരിത്രമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. അതായത് മകൾ മീനാക്ഷിയെ കുറിച്ചോ അല്ലെങ്കിൽ മുൻ ഭർത്താവിനെ കുറിച്ച് ഇന്നും അവർ പരസ്യമായിട്ട് ഒന്നും പറയുന്നില്ല. ആ ഒരു അന്തസ്സാണ് മഞ്ജു വാര്യരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ മഞ്ജു വാര്യർ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു ഫാഷൻ ഐക്കൺ തന്നെയാണ്. 40കളിൽ എത്തിയിട്ടും മഞ്ജുവിന്റെ ലുക്കിൽ വരുന്ന ആ മാറ്റങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് വിഷമഘട്ടങ്ങളിലും തളർന്നു പോകാതെ സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് മഞ്ജു നൽകുന്നത്. ഇത് യുവാക്കൾക്കിടയിൽ പോലും മഞ്ജുവിന് വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി. പിന്നെയുള്ളത് നിശബ്ദത നൽകുന്ന ആ കരുത്ത് തന്നെയാണ്. അതായത് വിവാദങ്ങൾ കത്തുമ്പോഴും
മഞ്ജു തന്റെ സന്തോഷകരമായിട്ടുള്ള ചിത്രങ്ങളും യാത്രകളും മാത്രം പങ്കുവെക്കുന്നു. ഈ ഒരു ഹാപ്പി ഫേസ് ആണ് വിമർശകർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിട്ട് ആരാധകരും കരുതുന്നത്. ഇവിടെ ദിലീപിനെ നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണങ്ങൾ, മഞ്ജുവിന്റെ ഓരോ വിജയവും ദിലീപിന് നേരെ തിരിച്ചുവിടുന്ന പ്രവണത സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. മഞ്ജു തമിഴിലും മലയാളത്തിലും വലിയ പ്രോജക്റ്റുകളുമായിട്ട് മുന്നേറുമ്പോൾ ദിലീപിന്റെ കരിയറിൽ വലിയ ഇടിവ് സംഭവിച്ചെന്ന രീതിയിലുള്ള ചർച്ചകളും സജീവമാണ്. മഞ്ജുവിന്റെ പകിട്ട് കൂടുമ്പോൾ ദിലീപ് പിന്നിലായി പോകുന്നു എന്നുള്ള കമന്റുകളും വീഡിയോകൾക്ക് താഴെ പതിവാണ്. ദിലീപ് കാവ്യ വിവാഹം കഴിച്ചതും നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആരോപണ വിധേയനായതും സോഷ്യൽ മീഡിയ ഇന്നും മറന്നിട്ടില്ല. മഞ്ജുവിനെ ചതിച്ചയാൾ എന്ന ലേബലിലാണ് പലരും ഇന്ന് ദിലീപിനെ കാണുന്നത്. മീനാക്ഷി ദിലീപിനോടൊപ്പം പോയത് തുടക്കത്തിൽ മഞ്ജുവിനെ എതിരായിരുന്നുവെങ്കിലും ഇന്ന് മകൾക്ക് വേണ്ടി മഞ്ജു പുലർത്തുന്ന ആ ഒരു മൗനത്തെ ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു കാണിച്ച ആ നിലപാട് അവർക്കൊരു ജസ്റ്റിസ് ഐക്കൺ ഇമേജ് തന്നെ നൽകി. ഇത് സോഷ്യൽ മീഡിയയിലെ മഞ്ജുവിനോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിച്ചു എന്ന് വേണം പറയാം. സോഷ്യൽ മീഡിയയിലെ ഇന്നത്തെ ചർച്ചകൾ നോക്കിയാൽ മഞ്ജു വാര്യർ എന്ന വ്യക്തി നേടിയെടുത്ത ആ ഒരു ക്ലീൻ ഇമേജ് നമുക്ക് കാണാൻ പറ്റും. മഞ്ജു ഒരു വിദേശ യാത്ര പോയാലോ പുതിയൊരു ഫോട്ടോ ഇട്ടാലോ അതിന് താഴെ വരുന്ന കമന്റുകളിൽ പകുതിയും മുൻ ഭർത്താവിനെതിരെയുള്ള പരിഹാസങ്ങൾ തന്നെയാണ്. അന്ന് ആ പടിയിറക്കി വിട്ടത് മഞ്ജുവിനെയല്ല, അവരുടെ ഭാഗ്യത്തെയാണ് എന്ന് ആരാധകർ പറയുമ്പോൾ അത് ദിലീപിന് നേരെ ഉയരുന്ന വലിയൊരു വിമർശനമായി മാറുന്നു. ഒരാള് പടുകുഴിയിലേക്ക് വീഴുമ്പോൾ മറ്റേയാൾ ആകാശത്തോളം വളരുന്നത് പ്രകൃതിയുടെ നീതിയാണ് എന്നാണ് സൈബർ ലോകത്തെ സംസാരം. പ്ലാസ്റ്റിക് സർജറി ആരോപണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും അസൂയ കൊണ്ടാണ് ഇത്തരക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് ഉറച്ച പ്രതിരോധവുമായിട്ട് മഞ്ജു ആർമി കൂടെ തന്നെയുണ്ട്. മഞ്ജു വാര്യരുടെ ജീവിതത്തെ വെറും ഒരു സിനിമാ കഥയായിട്ട് മാത്രം കാണാൻ കഴിയില്ല. അതൊരു വലിയ സോഷ്യൽ സ്റ്റഡി തന്നെയാണ്. നമ്മുടെ സമൂഹം പണ്ട് മുതലേ വിശ്വസിച്ചു വെച്ചിരുന്ന ചില ധാരണകളെ മഞ്ജു തിരുത്തിക്കുറിച്ചു. സാധാരണയായിട്ട് ഒരു വിവാഹമോചനമോ വലിയൊരു തകർച്ചയോ ഉണ്ടായാൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നതും ചെളിവാരി എറിയുന്നതുമാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ മഞ്ജു അവിടെ ഒരു പുതിയ പാഠം പഠിപ്പിച്ചു. പഴിചാരുന്നതിനേക്കാളും പകിട്ടോടെ വളരുക. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കോ മകളുടെ തീരുമാനത്തിനോ എതിരെ അവർ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ആ ഒരു നിശബ്ദത തന്നെയാണ് ഇന്ന് മഞ്ജുവിനോടുള്ള ആ ഒരു ബഹുമാനം ഇരട്ടിയാക്കുന്നത്. പിന്നെ ഒരു സ്ത്രീക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുടുംബം, മക്കൾ എന്നതിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പൊതുബോധം നമുക്കിടയിലുണ്ട്. എന്നാൽ മഞ്ജു തന്റെ 40കളിൽ ബൈക്ക് റേസിംഗും ഡാൻസ്, ഇന്റർനാഷണൽ പ്രോജക്റ്റുമായിട്ട് പാറി നടക്കുമ്പോൾ തകർന്നു വീഴുന്നത് ആ ഒരു പഴയ ബോധങ്ങളാണ്. ഇതിന്റെ ഓരോ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ എനിക്കും എന്റെ ഇഷ്ടങ്ങൾക്കും പ്രായം ഒരു തടസ്സമല്ല എന്ന് ചിന്തിക്കാൻ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് അവർ കരുത്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ സുഹൃത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ സ്വാധീനമുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടാൻ മഞ്ജു കാണിച്ച ആ ഒരു ധൈര്യം അവരെ ഒരു ഹീറോ ആക്കി മാറ്റി. സ്വന്തം ജീവിതം കോടതി മുറികളിൽ കീറി മുറിക്കപ്പെടുമ്പോഴും അവർ പതറാതെ നിന്നത് സത്യത്തോടുള്ള ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ടാണ്. ഇന്നും സോഷ്യൽ മീഡിയയിൽ ദിലീപിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ മഞ്ജുവിന് വലിയ പിന്തുണ ലഭിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഒരു നീതിബോധം തന്നെയാണ്. ഇനി ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം, ഒറ്റപ്പെട്ടു പോകാം, പക്ഷെ അവിടെയൊന്നും ജീവിതം അവസാനിക്കുന്നില്ല. നമ്മളെ ചതിച്ചവർക്കും തള്ളിക്കളഞ്ഞവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി നമ്മുടെ വിജയം തന്നെയാണ്. തളർന്നു പോകുന്ന ഓരോ നിമിഷവും നിങ്ങൾ മഞ്ജു വാര്യർ എന്ന ഈ ഒരു ജീവിതത്തെ ഒന്ന് നോക്കുക. അവരിന്ന് ലോകത്തോട് പറയുന്നത് ഒന്ന് മാത്രം: നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടട്ടെ എന്ന്. അപ്പൊ കൂട്ടുകാരെ, ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മഞ്ജു വാര്യർ എന്ന വ്യക്തിത്വം നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.